Ready? എടാ ഇനി ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഒരെണ്ണം. ഇനിതാ അവിടെ നിർത്തി ഒരെണ്ണം. ഇവിടെതാ അങ്ങോട്ട് നീങ്ങി നിന്നാ മതി. നല്ല സ്റ്റൈലും ബാക്ക്ഡ്രോപ്പാ. ഇങ്ങോട്ട് നിന്നേ. നല്ല അസല് ലൈറ്റും. ഇവിടെ നിന്ന് പറഞ്ഞ എടുത്താൽ അമ്മയെ കണ്ടാൽ നല്ല ഹലുവ മാതിരി ഇരിക്കും. അതൊന്നും വേണ്ട. നിന്നെ കൊണ്ട് നോക്കുമെങ്കിൽ ആ മരത്തിന്റെ കീഴെ നിർത്തി ഒരെണ്ണം എടുത്തതാ. അയ്യോ അമ്മ, അവിടെ ഷെയ്ഡ് കൂടുതലാ, തെളിച്ചം കിട്ടുകയല്ല. ഓ അത്രയൊക്കെ തെളിച്ചാ മതി. വാ. റെഡി? ഓക്കെ. ഇനി അമ്മയുടെ ഒരു ക്ലോസപ്പ്. ഓ ഇനിയൊന്നും വേണ്ട. അവിടെ നിന്നേ. അമ്മ എന്തിനാ കരഞ്ഞേ? കരഞ്ഞൊന്നുമല്ല, വെയിലത്ത് നിന്ന ഈയിടെ അങ്ങനെയാ, കണ്ണി വെള്ളം നിറയും. എനിക്കിവിടെ വന്നാൽ അങ്ങനെ. അച്ഛന്റെ പേരാ അമ്മ ഈ മാവിനിട്ടേക്കുന്നത്. ഓഹോ. ഒറ്റയ്ക്കിരിക്കുമ്പോ നിങ്ങളെല്ലാം കാണണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെ കാണാനാ. അതുകൊണ്ട് ഓരോ മരത്തിനും ഓരോ പേരിട്ടങ്ങ് വിളിക്കും. ആദ്യമൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു പേരിട്ടിരുന്നത്. പേരിട്ട് ഒടുവിൽ അദ്ദേഹം അങ്ങ് പോയപ്പോ ഞാൻ ഇതിനാ പേരങ്ങിട്ടു. ഇത് മുറിച്ചാ എന്നെ ചുടേണ്ടത്. നിങ്ങളുടെ 3 പേരുടെയും പേരുള്ള മരങ്ങളുടെ ഇടയിൽ കൂടെ എടുത്ത് ആ പുളിയുടെ തെക്ക് മാറ്റി കുഴിയെടുത്ത് ഇത് മുറിച്ച്, അങ്ങനെയൊക്കെയാ എന്റെ മനസ്സിലെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം പോലെ അതൊക്കെ അങ്ങ് നടക്കും. പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ബോറാ. നിങ്ങൾക്ക് ഇത് ഓർത്തോണ്ടിരിക്കാൻ എവിടാ സമയം? മറന്നുപോയാലോ? എന്നാലും മരിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുമ്പേ കുട്ടി പറഞ്ഞു വെക്കുന്നതാ നല്ലത്. ഭർത്താവായാലും മക്കളായാലും അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്താൽ അവർക്ക് തോന്നിയതൊക്കെ കാണിക്കും. തോറ്റു. ഒന്നാന്തരം പെട്ടിയും ഡ്രസ്സും നിറച്ച് ആട്ടും ചാണകം കൊണ്ടുവന്ന് പുരട്ടുക. വേറെ ഒന്നും കിട്ടിയില്ലേ നിനക്കൊക്കെ? കാണിച്ചെന്നും പറഞ്ഞ് കുസൃതിയൊന്നുമല്ല. അതിന്ന് പശുവിന്റെ കുഞ്ഞ് വിരിഞ്ഞു വരും പോലും. പശുവിന്റെ കുഞ്ഞോ? ആ, പശുവിന്റെ മുട്ടയാന്നും പറഞ്ഞ. ഇതാര് പറഞ്ഞു കൊടുത്തു? ആരാടി പറ. ചേച്ചി നേരാണോടി മോളെ? ഞാനത് സൂട്ട് കേസിൽ കൊണ്ടുവയ്ക്കാനൊന്നും പറഞ്ഞില്ല. ഓ, ഇതത്ര വലിയ കലാമറ്റി ഒന്നും ആക്കണ്ട. പിന്നെ പുത്തൻ ഡ്രസ്സില ചണ്ടി അഴുക്കം കൊണ്ട് തേച്ചേക്കുന്നേ. ഒന്ന് ചെന്ന് നോക്ക്. ആട്ടുംകാട്ടമല്ലേ, അതെങ്ങും പെരളുകയും പറ്റൂല. പാറ്റാവുളിയമാരെ കിടന്നോളും. പോരായെങ്കിൽ ആട്ടും പുഴുക്കാക്കി ഔഷധ ഗുണമുണ്ടെന്നും പറയാറുണ്ട് അല്ലേ മേ? അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്ത് പിള്ളേരെ വളർത്തണം. എങ്കിലല്ലേ നാളെ ഒരു പട്ടിയുടെ തീടം കൊണ്ടൊന്ന് ഡ്രസ്സിന്റെ ഇടയിൽ ഇടുള്ളൂ. എല്ലാരും ചിരിച്ചോ. ഇനി അത് മുഴുവൻ എടുത്ത് ഒന്നേന്ന് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് എന്റെ പൊന്നുമക്കള് നല്ല ഡ്രസ് ഇട്ടാ മതി. മക്കളെ ധൃതി പിടിക്കണ്ട. പശുവിന്റെ കുട്ടിയെ അമ്മൂമ്മ കാണിച്ചു തരാം. അതൊക്കെ
നിങ്ങൾ പോണേന് മുമ്പ് ശരിയാക്കാൻ അമ്മൂമ്മ തള്ളപ്പശുവിനോട് പറയാം കേട്ടോ. അമ്മൂമ്മയുടെ പിറന്നാളിന് മുമ്പ് എന്തായാലും കുട്ടിയെ തരുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. ഷീനു ഷീനു ഏയ് ഷീനു. വാട്ട് മാൻ? ഹായ്. കിടന്ന് ഉറങ്ങയില്ല, മറ്റുള്ളവർ ഉറങ്ങായിട്ട് സമ്മതിക്കയില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അമ്മമ്മയുടെ പിറന്നാളിന് മുമ്പ് അവള് ക്രാവിനെ തരുമെന്ന്. അവക്കറിയാം. പശുവിന്റെ കുട്ടി എനിക്ക് തുടരുത് തുടരുത്, എനിക്ക് കുഞ്ഞാ. അമ്മമ്മ കാണിച്ചു തരാം. വാ, കണ്ട കുഞ്ഞുമാവ പാല് കുടിക്കുന്നത് കണ്ട. ഞാൻ ഈ കുട്ടിയുടെ ജന്മനാളാണ് ഇന്ന്, അല്ലേ? ആ, ചേച്ചിയോ? ഞാനും നിന്റെ നാള് പറഞ്ഞ ഒരു അർച്ചനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ അമ്മണി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചേച്ചി ഇന്ന് കൊടുത്തു കാണുമെന്ന്. ഗോപനും പിള്ളേരും ഒക്കെ വന്നു, അല്ലേ? വന്നു ചേച്ചി. കൊച്ചുങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സന്ധ്യപാട് അങ്ങോട്ട് വരാം. ഓ, നീ വരുന്നു. എപ്പോഴും എപ്പോഴും ഈ വരുന്നു എന്ന് പറയുന്നതല്ലാതെ. ഇന്ന് എന്തായാലും വരാൻ ചേച്ചി. ചേച്ചി ഉണ്ണാൻ വരുമല്ലോ. നീ ബോംബെക്കോ മറ്റോ പോകാൻ പോവുകയാണോ? ഞാനോ? ആ, ആരോ അവിടെ പറഞ്ഞ പോലെ. ഞാനിപ്പോ എന്തിനാ ബോംബെ പോന്നേ? നാരായണൻകുട്ടിയും കൊച്ചുങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അവൻ പോകുമ്പോ? ഓ, ഞാനൊന്നുമില്ല. ഒരിക്കൽ പോയി നിന്നതേ മതിയായി. ഷോ, അവന് ചിലപ്പോ അങ്ങനെ ഒരാശ കാണും. അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. നീ കേട്ടില്ല? ആ, സ്വല്പം താമസിച്ചു പോയി. സാരമില്ല. ഞങ്ങൾ 2 മണി വരെ കാത്തു, പിന്നെ അങ്ങ് ഉണ്ടു. ഛേ, അത് വേണ്ടായിരുന്നല്ലോ. ഞങ്ങളെയൊന്നും ആരും ഒരിടത്തും സമയത്ത് പ്രതീക്ഷിക്കാറില്ല. 100 ഓട്ടമല്ലേ? ആ വേണു ഉണ്ടായിരുന്നില്ലേ? അവൻ പറഞ്ഞില്ലേ?
അവനാ പറഞ്ഞത് അളിയൻ എന്തായാലും ഉണ്ണാനിങ് എത്തുമെന്ന്. അതിനെന്താ ഇനിയിപ്പോ ഉണ്ണാമല്ലോ. ആഹാ, പണിക്കരോ? നല്ല പുള്ളി. ഇങ്ങനാണോ സമയത്തിന് വരുന്നേ? അയ്യോ മീനെ ശകാരിക്കരുത്. നടന്നത് ഞാൻ പറയാം. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വരികയാണല്ലോ. അപ്പോൾ ഞാൻ കൂട്ടത്തിലൊരു പ്രോഗ്രാം കൂടി ഇട്ടു. ഇവിടെ TVയിൽ വെച്ച് മിനിസ്റ്ററുമായിട്ടൊരു ഡിസ്കഷൻ. പാർട്ടിയുടെ അതിനളിയൻ അവിടെയെങ്കിലും ഒരു സൗകര്യം കിട്ടിയില്ലേ? സൗകര്യത്തിന്റെ അല്ല, ഇത് സ്വല്പം ടോപ്പ് സീക്രട്ടാ. ഇവിടെ ആവുമ്പോ പത്രക്കാർ മണത്തറിയുന്ന പ്രശ്നവുമില്ലല്ലോ. എന്നിട്ട് അതെങ്കിലും നേരത്തിന് നടന്നോ? നടന്നു, പിന്നെ നടക്കാതെങ്ങനെയാ. പക്ഷേ അങ്ങനെ വരാൻ കുറെ വൈകി. വടക്കുന്ന് ടൂറും കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു പുള്ളി. വഴിയിലെന്തോ കാറുമുട്ടലോ. മന്ത്രി അളിയനും കൂടെ ചേർന്ന് മന്ത്രിസഭയുടെ കാല് വാരിയോ? വാരിയില്ല, പക്ഷെ ഞങ്ങൾ 2 ഡിമാൻഡ് വയ്ക്കുന്നുണ്ട്. അത് നടന്നില്ലേ ചിലപ്പോ സംഗതി ഇങ്ങ് മൂട്ടിപ്പിടിച്ചിടും. വാ, വല്ലതും കഴിച്ചോണ്ടിരിക്കാം. കുഞ്ഞിനി പഠിക്കാൻ എടുക്കാനൊന്നും നിൽക്കണ്ട. അച്ഛനോട് പറഞ്ഞിട്ട് ഏതെങ്കിലും മന്ത്രി ഇടപാടിയത് കൊള്ളാവുന്ന ഏതെങ്കിലും ഏജൻസിയുടെ. ഇപ്പോ ഏജന്റുമാർക്ക് എല്ലായിടത്തും കോള്. പുള്ളിയോട് പറഞ്ഞിട്ടോ? അതിന് അച്ഛൻ പറഞ്ഞാൽ ഏത് മന്ത്രിയാ കേൾക്കുന്നേ? ഇതൊക്കെ വെറും പുളുവല്ലേ. പുള്ളി ഒന്നും മന്ത്രിയും കണ്ടിട്ടില്ല, ടിവിയിലും കണ്ടിട്ടില്ല. പിന്നെ അവിടെ ഇതുപോലെ കേസൊന്നും ഇല്ലാത്ത 4 വക്കീലന്മാരുണ്ട്. എല്ലാവരുടെ കാലത്തെ കുത്തിയിരുന്ന് റമ്മി കളിച്ചു കാണും, അത്ര തന്നെ. പോയ കൊല്ലം പിറന്നാളിന്റെ തലേ ദിവസമാ കൊളപ്പരയുടെ മതിലിടിഞ്ഞു വീണത്. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം മുഴുവനും വീഴ്ച ഉളുക്കുമായിരുന്നു. അതിന്റെ മുമ്പലത്തെ കൊല്ലമാ അറയ്ക്കകത്ത് പാമ്പിനെ കണ്ടത്. അത്തവണ അമ്മണിക്കൊരു കൊത്ത് കിട്ടി. മാലിനി മരിക്കുന്നതിന് മുമ്പത്തെ കൊല്ലം ഇതുപോലെ എന്റെ പിറന്നാളിന്റെ തലേന്ന് 3 തെങ്ങ് ഒന്നിച്ചിടി വീണ് കത്തി. അപ്പോ പശു പ്രസവിച്ച ലക്ഷണം വെച്ച് നോക്കിയാ ഇക്കൊല്ലം ഇവക്ക് എപ്പോഴും കളിയാ. പശു പിറന്നത് എനിക്ക് ഏതാണ്ട് നല്ലത് വരുത്താനാ. ഓ, ഇനി എനിക്കെന്തോന്ന് നല്ലത് വരാൻ. വല്ല നിധിയോ മറ്റോ കിട്ടാനായിരിക്കും. നിധി കിട്ടിയാ പാതി ഞങ്ങൾക്ക് ഇങ്ങ് തരണേ അമ്മേ. ബിന്ദുവിനിപ്പോ കിട്ടിയില്ലേലും കുഴപ്പമില്ല. നിധി കിട്ടുന്നതല്ലേലും അമ്മയ്ക്കൊരു നല്ല ചേഞ്ച് വരാൻ പോണുണ്ട് ഉടനെ തന്നെ. മോനായിട്ട് നേരിട്ട് പറയാൻ വച്ചേക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എന്നറിഞ്ഞാ ചിലപ്പോ പിണങ്ങും പുള്ളി. അതെന്തോന്ന്? അമ്മയുടെ ഇവിടുത്തെ ഈ ഒറ്റയ്ക്കുള്ള അലച്ചിലും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പോവുക. എനിക്കെന്തോന്ന് അലച്ചില്? അത് കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ അറിയാൻ പറ്റൂ. അതിനുള്ള ഹെൽത്ത് ഉണ്ടെങ്കിലും സാരമില്ലായിരുന്നു. എനിക്ക് എന്റെ ആരോഗ്യത്തിനോ ഒരു കുഴപ്പവും ഇല്ല. ബിന്ദുവിനേക്കാൾ ഹെൽത്തിയാ അമ്മ. ഉണ്ടോന്നുള്ളതല്ല, അമ്മയ്ക്കതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയുടെ പ്രായത്തിലൊക്കെ പുറത്തുള്ളവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? നല്ല കംഫർട്ടബിൾ ആയിട്ട് എല്ലാ പണിയും ഒതുക്കി അതിനുള്ള സ്ഥലങ്ങളുണ്ട്. പറ്റിയൊരു സെന്റർ നോക്കി അങ്ങോട്ടങ്ങ് മാറും. മെന്റലായിട്ടും ഫിസിക്കലായിട്ടും ഒരേ പ്രായത്തിലുള്ളവരുടെ കമ്പനിയും കൂടി ആകുമ്പോ കാണണം ചിലരൊക്കെ എന്ത് ഹാപ്പിയാണെന്നറിയാവോ. അങ്ങനെ ഒരു സ്ഥലം അമ്മയെ കൊണ്ടുവന്ന് കാണിക്കാൻ പോവുക. എന്നിട്ടൊന്നുമില്ല, അവിടെ ഒരു പണിയില്ല, വെറുതെ ഇരിക്കുക. വെറുതെ ഇരുന്നിട്ട്? വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് ഇരിക്കുകയല്ല. TV കാണാം, വീഡിയോ കാണാം, പ്രെയർ ഉണ്ട്, എക്സർസൈസ് ഉണ്ട്, സകല ഡെയിലീസും പീരിയോഡിക്കൽസും കിട്ടും. ദിവസവും ഡോക്ടർ വരും, നോക്കും. എത്ര ദൂരെയുള്ള ബന്ധുക്കളായാലും എപ്പോഴും അവരുമായിട്ട് ടച്ചിലിരിക്കാം. വേണേൽ 10 ദിവസം ആരുടെയെങ്കിലും കൂടെ പോയി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം. വീട് പോലെ തന്നെ, പക്ഷേ കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വീട്. അമ്മ അത്തരം സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സ്വർഗലോകം എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇതുപോലെ ആർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അവിടെ പിന്നെ ആടാം പാടാം അങ്ങനെയും കൂടെയൊക്കെ ഉണ്ട്. അയ്യോ അമ്മ, ഇത് സ്വർഗലോകമല്ല. ഇതിന്റെ പേര് ശരണാലയം. ആ, ശരണാലയം. ഈ ആഴ്ച തന്നെ അമ്മ അവിടെ ഒരു ദിവസം കൊണ്ട് കാണിക്കാൻ ഇരിക്കുവാ ചേട്ടൻ. എന്തിന്? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോന്നറിയാൻ. ഇഷ്ടപ്പെടാതിരിക്കുകയല്ല, ഇഷ്ടമായില്ലേൽ കണ്ടിട്ടിങ്ങ് പോരാ. ഇഷ്ടമായാല് അതൊക്കെ അമ്മയുടെ മോൻ പറയും. അമ്മ പോയെന്ന് കണ്ടു നോക്ക്. അതായത് അമ്മേ, അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറാം, വേണ്ടെങ്കിൽ വേണ്ട. അവിടെ ഒരു സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്ക് ഈ പഴയ വീട്ടിൽ ശരിയായിട്ടൊരു തുണയും സഹായവും ഇല്ലാതെ നിൽക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാം സ്വല്പം ടെൻഷനുണ്ട്. അന്ന് തന്നെ ഇതുപോലെ ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിഞ്ഞ ഏതോ പ്രായമായ സ്ത്രീയെ ആരോ കൊന്നുവന്ന് പത്രത്തിൽ കണ്ടിട്ട് ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ച ദുരിതം ഓർമ്മയില്ലേ? രാത്രി ഫോൺ വന്നത്. എനിക്കിവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ വലിയ ബദ്ധപ്പാടും അധ്വാനവും ഒന്നുമില്ല. അതുണ്ടോന്ന് അറിയണമെങ്കിൽ അമ്മ ആദ്യം സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ഒന്ന് ഇരുന്ന് നോക്കണമല്ലോ. സത്യത്തിൽ അമ്മയ്ക്ക് ഇപ്പൊ ഇത്രയും പ്രാരാബ്ധങ്ങൾ നോക്കി നടത്തേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഈ പശുക്കളും ആടുകളും കാച്ചിലിനും വളവിടലും തേങ്ങയുടെ കണക്ക് ഞാനിവിടെ ഇല്ലേ പിന്നെ അതൊക്കെ അമ്മയില്ല, പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോഴീ വീട് 4 ദിവസം ജോലി കണ്ടില്ലെങ്കിൽ ചെതല പഴയ തടിയും മച്ചുമൊക്കെയാ. അത് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഈ പറയുന്ന പോലെ പഴയ വീടാ, എന്നാ ഇരുന്ന് പൊളിയാൻ തുടങ്ങുന്നത് പറയാൻ പറ്റാത്ത അവസ്ഥയാ.
തീരെ വീഴുന്നുള്ള സ്റ്റേ എത്തുന്നതിന് മുമ്പ് വേണേൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയ അങ്ങനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. നാരായണൻകുട്ടി ഇത് വല്ലതും കേട്ടായിരുന്നോ? ആ ഇവിടെ മിക്കുന്നതിനെ കുറിച്ചൊക്കെയാ ഇവൻ പറയുന്നേ. ഞാൻ ചേട്ടനുമായിട്ട് ഇതെല്ലാം ആലോചിച്ചതാ. ആണോടാ?